ഇല്ല തമ്പുരാൻ, ഇത് ചതിയാണ്. അമ്മയെ തള്ളി പറയുന്നവനല്ല ഞാൻ. പക്ഷേ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഈ അമ്മ എന്റെ പെറ്റമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അഹങ്കാരമാണ് തമ്പുരാൻ. ഇനി ഒന്നും നോക്കണ്ട, ശിക്ഷാവിധി പ്രഖ്യാപിക്കണം. കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം, കൊലമരമെങ്കിൽ കൊലമരം. വിധി നാം പറയാം. എന്താണ് ഇവിടെ നടക്കുന്നത്? കണ്ടിട്ടൊരു വിചാരണയാണെന്ന് തോന്നുന്നല്ലോ. അതെ, അവിടുന്ന് ആരാണ്? ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ഒരാൾ. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവൻ എല്ലാം കണ്ടും കേട്ടും. ഈ കുട്ടിയെ എനിക്കറിയാം. വീരശൈവ പുഷ്പം പറിച്ചുകൊണ്ടുവരാനും കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു കൊടുത്തത് നാമാണ്. അതിന് രാജവിചാരണയിൽ നിങ്ങൾക്കിവിടെ എന്ത് കാര്യം? കടന്നുപോ. വേണ്ട, അത് ദൈവനിഷേധമാണ്. തമ്പുരാൻ, രാജ്യകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് തോന്നില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. തീർച്ചയായും. കഴിവുകൾ ഒരുപാടുള്ള യോഗിനിയെ പോലൊരാൾ അങ്ങനൊരു കാര്യത്തിന് അനുവാദം ചോദിക്കുക പോലും വേണ്ട. അമ്മ മകൻ തർക്കമല്ലേ? അതെ, അമ്മ പറഞ്ഞ ലക്ഷണങ്ങൾ മകന്റെ ദേഹത്തുണ്ട്. പക്ഷേ അമ്മയെ അംഗീകരിക്കാൻ മകൻ തയ്യാറല്ല. മകൻ തന്നെയാണ് അല്ലേ? അതെ. എങ്കിൽ മകന്റെ നക്ഷത്രം ഒന്ന് പറയൂ. പറയൂ. സ്വന്തം കുഞ്ഞു പിറന്ന നക്ഷത്രം ഏതാണെന്ന് അമ്മമാർ മരണത്തിൽ പോലും ഓർക്കുമല്ലോ. അത് അശ്വതിയാണ്. തെറ്റ്. പൂരം നാളിൽ പിറന്നവനല്ലേ ആദിത്യൻ? അങ്ങനെയാണല്ലോ കാണുന്നത്. അതെ, പൂരമാണ്. അത് പിന്നെ പ്രസവ സമയത്ത് ഞാൻ തളർന്നു കിടക്കായിരുന്നേ. അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ആയിക്കോട്ടെ. എന്തായാലും ആദിത്യന്റെ നക്ഷത്രം കൂടി കൂട്ടിയത് കൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും പൂർവജന്മ പാപമുണ്ടോന്ന് നോക്കണ്ടേ തമ്പുരാൻ? എന്താണിത്? രാജ്യത്ത് നടക്കുന്ന വിചാരണകളിൽ തമ്പുരാന്റേതല്ലേ അവസാന വാക്ക്? ക്ഷണിക്കപ്പെടാതെ വരുന്നവർ പോലും രാജ്യകാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേടുണ്ടോ ഇനി? അതിന്റെ ആവശ്യമില്ല. തമ്പുരാന്റെ അനുമതി ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിലെ സത്യം നാം പുറത്തു കൊണ്ടുവരാം. മുത്തമ്മേ, ആദിത്യന്റെ പൂർവജന്മം ഒരു കാട്ടാളന്റേതാണ്. സാധാരണ ഒരു കാട്ടാളനല്ല, ആളുകളെ കൊന്നൊടുക്കിയ അതിഭീകരനായ ഒരു കാട്ടാളൻ. ഒരു ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് അതേ ജന്മത്തിൽ തന്നെ ശിക്ഷ കിട്ടണമെന്ന് നിർബന്ധമില്ല. അടുത്ത ജന്മത്തിലും ആവാം. അതനുസരിച്ച് ആദിത്യന്റെ ശിക്ഷ വധശിക്ഷയാണ്. ആദിത്യനെ വധിക്കാൻ ഞാൻ തമ്പുരാനോട് ആവശ്യപ്പെടട്ടെ? അയ്യോ തമ്പുരാട്ടി, എന്റെ മോനെ കൊല്ലരുതേ. അത് സാധ്യമല്ല. പക്ഷേ മാർഗങ്ങൾ അവശേഷിക്കുന്നില്ല. അമ്മ പരിഹാരം ചെയ്താലും മതിയാവും. ആദിത്യനുള്ള വധശിക്ഷ അമ്മ ഏറ്റെടുക്കാൻ തയ്യാറാണോ? മുത്തമ്മ വധശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ആദിത്യൻ സ്വതന്ത്രനാവും. അവനവന്റെ പാപങ്ങളിൽ നിന്ന് മോചിതനാവും. സ്വന്തം മകന് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം മുത്തമ്മ ചെയ്യില്ലേ? സ്വന്തം പ്രാണൻ കൊടുത്തും മക്കളെ രക്ഷിക്കണമെന്ന് അമ്മയുടെ കരുതലല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ചാവണ്ട. അപ്പോൾ ആദിത്യൻ മുത്തമ്മയുടെ സ്വന്തം മകനല്ലേ? എനിക്കറിഞ്ഞൂടാ, ഞാൻ പ്രസവിച്ചിട്ട് പോലുമില്ല. എന്ത്? അയ്യോ, എന്നെ കൊല്ലല്ലേ. പിടിക്കവളെ.
ഇനി എന്താണെന്ന് യോഗിനി മാതാവ് പറഞ്ഞാലും സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പാടില്ല. മുത്തമ്മ തിരിച്ചു വരും. മുത്തമ്മ വന്നേ പറ്റൂ. അയ്യോ, ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. അമ്മേ, മഹാമായി മാപ്പ് തരണേ, എല്ലാത്തിനും മാപ്പ് തരണേ. അടിയനെ ഒന്നും ചെയ്യല്ലേ. അടിയൻ അറിവില്ലാതെ തെറ്റുപറ്റി പോയതാണ്. ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അയ്യോ തമ്പുരാനെ, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം തമ്പുരാനെ. തമ്പുരാനെ എന്നെ രക്ഷിക്കണേ. തമ്പുരാനെ, അടിയനെ കൊല്ലരുതെന്ന് ദേവി മഹാമായോട് പറയൂ. ദേവി എന്റെ പുറകിലുണ്ട്. എങ്കിൽ മുത്തമ്മ പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? അമ്മയാണെന്ന് പറഞ്ഞ് വെറുതെ വന്നാ മതിയെന്ന് തമ്പുരാനല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്നെ കൊല്ലാൻ വന്നപ്പോ നോക്കി നിൽക്കുന്നോ? ഈ സ്ത്രീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? പൊന്നു തമ്പുരാൻ, മാപ്പാക്കണം. ഇവിടുത്തെ ഗായകന്റെ അമ്മയാണെന്ന് വന്ന് പറയാൻ ഈ തമ്പുരാനാ വന്ന് പറഞ്ഞത്. അതിനെനിക്ക് കാശും തന്നിരുന്നു. തമ്പുരാനെ, കള്ളമാണിത്. സ്വന്തം കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി എന്നെ പഴിചാരുകയാണ് ഇവർ. ശിവശങ്കരൻ തമ്പുരാൻ എന്നെ വന്ന് കണ്ടതിനും പണം തന്നതിനും തെളിവ് ഞാൻ തരാം. വേണ്ട, ഇക്കാര്യം നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇവർ പറയുന്നതാണ് സത്യമെന്ന് എനിക്കറിയാം. ആദിത്യൻ കിടന്ന അതേ കാരാഗൃഹത്തിൽ ഇയാളെ കൊണ്ടുപോയിടൂ. തമ്പുരാനെ, മാപ്പാക്കണം. ശിവശങ്കരൻ തമ്പുരാൻ വന്ന് പറഞ്ഞപ്പോ ചെയ്തു പോയത്. നാം ശിക്ഷ വിധിക്കുന്നില്ല, പൊയ്ക്കോളൂ. ഇനി ഒരിടത്തും ഇതുപോലെ വേഷം കെട്ടി പോകരുത്. ഒന്ന് ആലോചിച്ചോളൂ, ദേശമംഗലത്തമ്മ പുറകെയുണ്ട്. അതെനിക്ക് ബോധ്യമായി. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പൊയ്ക്കോളൂ. അമ്മേ, പ്രായത്തിൽ മുതിർന്ന നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷേ പെറ്റമ്മ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യമായ ഒരു സ്ഥാനമാണ്. അമ്മ തൊട്ടരികത്തെത്തിയാൽ ഏത് കുഞ്ഞും അത് തിരിച്ചറിയും. വേഷം കെട്ടി വന്നപ്പോ ഒരു പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ അമ്മയുടെ മനസ്സില്ല. ചെല്ലു. അതിശയം തന്നെ. എല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് ആ യോഗിനി മാതാവാണ്. ഒരു യാത്ര പോലും ചോദിക്കാതെ അവർ പൊയ്ക്കളഞ്ഞു. ജ്യേഷ്ഠ, ദേശമംഗലത്ത് പലയിടത്തും ദേവിയുടെ വിളയാട്ടം തന്നെയാണ് നടക്കുന്നത്, സംശയമില്ല. ഒരു ഭരണാധികാരിക്ക് നിയമങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റൂ. നമ്മോട് ക്ഷമിക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നാം ചെയ്യുന്നതാണ്. അടിയനൊരു അഭിപ്രായമുണ്ട്. പറഞ്ഞോളൂ. നിശ്ചയമില്ലാതെ നാട് കറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ തീരുമാനിച്ചിരുന്നു. അത് ഇപ്പോൾ അപൂർണമാണ്. അതൊന്ന് പൂർത്തിയാക്കി വരാൻ അനുവദിക്കണം. ആയിക്കോട്ടെ, ഭഗവത് ചൈതന്യം കിട്ടുന്ന കാര്യമല്ലേ, അതിന് തടസ്സം നിൽക്കാനാവില്ലല്ലോ. എല്ലാം നന്നായി വരട്ടെ. അനുഗ്രഹിക്കണം. കാർമേഘങ്ങൾ നീങ്ങിയിരിക്കുന്നു. ദേശമംഗലത്തമ്മ ഒരിക്കൽ കൂടി ഭക്തരെ കാത്തു. അമ്മേ ഭഗവതി. അയ്യോ, എന്തു പറ്റി?
എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഈശ്വരാ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാലം നിലത്ത് വെക്കാനും ഉയർത്തി പിടിക്കാനും പറ്റുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് തരകിപ്പിക്കുന്നത്? വൈദ്യം തന്ന മരുന്നുണ്ട്, എടുത്ത് പുരട്ടി തരട്ടെ? വേണ്ട, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്റെ പ്രാണൻ എടുത്തെടുത്ത് അതുകൊണ്ട് അവസാനിക്കും. അങ്ങനെയൊന്നും പറയരുത്, അങ്ങേക്ക് സുഖാവും. പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്. ഈ വാക്കുകൾ കേട്ട് നാം അടുത്തിരിക്കുന്നു. അയ്യോ അയ്യോ അമ്മേ, പറ്റുമെങ്കിൽ എനിക്ക് അല്പം വിഷം തന്നേക്ക്. വേദനിച്ചിട്ട് വയ്യ. അങ്ങനെ ഞാൻ തീർന്നോളാം. അയ്യോ അമ്മേ, അയ്യോ എന്റെ അമ്മോ, എന്റെ കാല്, എന്റെ അയ്യോ, എനിക്ക് ആ വേദന. കാലുകൾ താഴെ വെച്ചാൽ ഞാൻ വീശിത്തരാം. അയ്യോ അയ്യോ എന്റെ അമ്മേ, എന്റെ അമ്മേ, ഇപ്പൊ ചെയ്യാം. അയ്യോ എന്റെ അമ്മേ, എന്റെ കാല്, അയ്യോ അയ്യോ എനിക്ക് വയ്യ. ഇതെന്തോ കടുത്ത പരീക്ഷണമാണ്. അതുകൊണ്ടാ വൈദ്യന്മാരുടെ മരുന്നുകളൊന്നും ഫലിക്കാത്തത്. ദമയന്തി, തിരുവൾപ്പാട് ജോത്സ്യൻ രാവിലെ എത്തുന്നതല്ലേ പറഞ്ഞത്? ആ അതെ, അദ്ദേഹം രാവിലെ തന്നെ എത്തും. ഇതിനുള്ളൊരു പ്രതിവിധി എന്തെന്ന് അദ്ദേഹം തന്നെ നിശ്ചയിച്ച് പറഞ്ഞു തരും. അയ്യോ 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 എന്റെ അമ്മേ, ഒന്ന് സമാധാനിക്കൂ, നേരം വെളുക്കട്ടെ. അയ്യോ എനിക്ക് പറ്റുന്നില്ല, പറ്റുന്നില്ല. കാലിലെ വേദന ദേഹം മുഴുവൻ അരിച്ചരിച്ച് കയറുക. അമ്മേ, അറിയില്ല തിരുവൾപ്പാട് വരുന്നത് പരിഹാരം കാണാനായിരിക്കോ അതോ നമ്മുടെ 16 അടിയന്തരം കുറിക്കാനായിരിക്കോ? അശുഭങ്ങളൊന്നും പറയണ്ട, അദ്ദേഹം വരട്ടെ. അമ്മേ, അയ്യോ അയ്യോ എന്റെ അമ്മേ, അയ്യോ. അമ്മേ മഹാമായേ ദേവി. ദൈവദോഷമാണ്, സംശയമൊന്നും വേണ്ട. തൊഴിലെന്താണ്? അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പണം കടം കൊടുക്കുന്ന പണിയാണ്. അപ്പോ പിന്നെ കൊടും ക്രൂരതകൾക്ക് പരിഹാരം നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവദോഷത്തേക്കാൾ കൂടുതലായി മാതൃദോഷവും കാണുന്നുണ്ട്. അല്ല, മാതാവ്? അമ്മ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. കാണിക്കാൻ ഇനി വൈദ്യന്മാരില്ല, കഴിക്കാത്ത മരുന്നുകളുമില്ല. ഒരു രാവ് പോലും വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടുന്ന് ഒരു പരിഹാരം പറഞ്ഞു തരണം. ഞങ്ങളുടെ അവസാന പ്രതീക്ഷ അങ്ങാണ്. നാം ഒന്ന് നോക്കട്ടെ. അമ്മേ ദേവി മഹാമായേ. ദൈവദോഷവും മാതൃദോഷവും ഒരുമിച്ചു പരിഹരിക്കാൻ ഒരേ ഒരു പ്രതിവിധിയെ നാം കാണുന്നുള്ളൂ. പടിഞ്ഞാറേ ദിക്കിൽ ദേശമംഗലം എന്നൊരു ദേശമുണ്ട്. അവിടത്തെ ഭഗവതി അതിശക്തയാണ്. ദേശമംഗലത്തെ തിരുനടയിൽ 3 ദിവസത്തെ വ്രതമിരിക്കൽ, പ്രാർത്ഥന, അതുമാത്രമാണ് ഇതിൽ തെളിയുന്നത്. എന്താ, പോകാൻ പറ്റില്ലേ? പോവാം, എത്ര ദൂരം വേണേലും പോവാം, ഏത് നരകത്തിൽ വേണേലും പോവാം. എനിക്ക് ഈ വേദന ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി. എന്നാൽ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളൂ. എല്ലാറ്റിനും മറുപടി ദേശമംഗലത്തമ്മ തരും. തമ്പുരാട്ടി, ദേ തമ്പുരാൻ വരുന്നു. ഭക്ഷണം കഴിച്ചോ? ഇല്ല തമ്പുരാൻ.
ഇങ്ങനെ പട്ടിണി കിടക്കുന്ന എന്താ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? പട്ടിണി കിടന്ന് മരിക്കട്ടെ. തെറ്റ് ചെയ്യാത്തവർ സ്വയം ശിക്ഷിക്കേണ്ട കാര്യമില്ല. ജ്യേഷ്ഠൻ തമ്പുരാൻ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്ത് കൂടെ നിർത്താൻ തന്നെ നാം തീരുമാനിച്ചതല്ലേ? വീണ്ടും ചതിക്കുകയാണെങ്കിൽ പിന്നെ നാം എന്ത് ചെയ്യണം? ദേശമംഗലത്തിന്റെ പ്രജാപതിക്ക് ന്യായവും നീതിയും നോക്കാതെ പറ്റില്ലല്ലോ. ഞാൻ അനിയൻ തമ്പുരാനെ കുറ്റപ്പെടുത്തില്ല. അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എല്ലാം എന്റെ വിധി, അല്ലാതെന്താ? ഒരു കാര്യം ചിന്തിക്കണം. ക്ഷേത്രമുറ്റത്ത് നിന്ന് ജ്യേഷ്ഠൻ ഓടിപ്പോകുമ്പോൾ അത് തടയാൻ സേനാനികളില്ലാതെയല്ല, പടയെടുത്ത് പിന്നാലെ പോകാൻ കൽപ്പന കൊടുക്കാൻ അറിയാഞ്ഞിട്ടുമല്ല. വേണ്ടെന്ന് തീരുമാനിച്ചു. സഹോദരിയുടെ ഭർത്താവിനെ കൊന്നു എന്ന ദുഷ്പേര് നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ. സന്തോഷം. ഞാൻ ആരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ല. അനിയൻ തമ്പുരാൻ പൊക്കോളൂ. അരുത്, ഭക്ഷണം നിഷേധിക്കരുത്. കൂടപ്പുറപ്പ് പട്ടിണി കിടക്കുമ്പോൾ മനസമാധാനത്തോടെ കഴിയാൻ ആവില്ല നമുക്ക്. വേണ്ട, ജലപാനം പോലും നാം ചെയ്യില്ല. അതെന്റെ തീരുമാനമാണ്. എന്തിന്? എന്നെ തോൽപ്പിക്കാനോ? അങ്ങനെയെങ്കിൽ എത്ര കാലം ഇങ്ങനെ നിരാഹാരം ഇരിക്കും? ഭർത്താവ് തിരികെ വരുന്നതുവരെയോ? ദേശമംഗലത്തിന്റെ മണ്ണിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ജ്യേഷ്ഠനുണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചാൽ ദേശമംഗലത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നാം തലകുനിച്ച് നിൽക്കേണ്ടി വരും. അനിയൻ തമ്പുരാന്റെ ഭരണകാര്യങ്ങൾക്ക് ഞാനൊരു തടസ്സമാവില്ല, അത് ഞാൻ ഉറപ്പു തരുന്നു. അങ്ങേക്കൊരു സഹോദരി എന്ന നിലയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കണം. രാജ്യത്തിന്റെ ന്യായവും നീതിയും കാത്തുരക്ഷിക്കാൻ നമ്മെ സഹായിക്കണം. എന്നെ മറക്കുക, എന്റെ വേദനകൾ മറന്നേക്കുക. പട്ടിണിയുടെ അവസാനം ഒരു പക്ഷേ ഇതിനകത്ത് കിടന്ന് ഞാൻ അവസാനിച്ചാൽ കൂടപ്പിറപ്പിന് യഥാവിധി ഒരു അന്ത്യകർമ്മം മാത്രം. അത്രേ ഉള്ളൂ അപേക്ഷ. തെറ്റ് ചെയ്തവന്റെ ഭാര്യയാണ് ഞാൻ. എനിക്ക് നീതി കിട്ടാൻ അർഹതയില്ല. അനിയൻ തമ്പുരാൻ പൊക്കോളൂ. തമ്പുരാനാകെ സങ്കടപ്പെട്ടിരിക്കോ? അദ്ദേഹത്തിനെ കൊണ്ട് താങ്ങാനാവുന്നതല്ല ഇതൊന്നും. അതവിടെ നിക്കട്ടെ, നീ പോയി വാതിലടയ്ക്ക്. ഇങ്ങനെ കഴിച്ചാൽ പട്ടിണി കിടക്കുന്ന ആള് നിത്യേന തടിക്കാൻ സാധ്യതയുണ്ട്. ഈ വിവരം എങ്ങനെ പുറത്തറിഞ്ഞാൽ നിന്റെ തല ഉണ്ടാവില്ല, കേട്ടല്ലോ? അയ്യോ തമ്പുരാട്ടി, ഞാൻ കമാന്നൊരു അക്ഷരം ആരോടും പറയില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. തമ്പുരാട്ടി, ശിവശങ്കരൻ തമ്പുരാൻ എവിടെയായിരിക്കും? എന്തെങ്കിലും കഴിക്കുമ്പോഴെങ്കിലും മനസ്സമാധാനം തന്നോണ്ട് നിനക്ക് പോ അങ്ങോട്ട്. ഇനിയും ഒരുപാട് ദൂരമുണ്ട് അല്ലേ ദമയന്തി? ഉണ്ട്. അങ്ങേക്ക് ഒട്ടും നടക്കാനാവുന്നില്ലെങ്കിൽ നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. വേണ്ട, എത്രയും പെട്ടെന്ന് ദേശമംഗലത്തമ്മയുടെ നാട്ടിലെത്തണം.
വേദന ഒട്ടും സഹിക്കാനാവുന്നില്ല എനിക്ക്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ദേവി, അവിടുത്തെ നടയിലേക്ക് എത്താൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണേ. ഇദ്ദേഹത്തിന് കരുത്തു കൊടുക്കണേ ദേവി. കാഴ്ചയുള്ളപ്പോ കണ്ണിന്റെ വില അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ചവിട്ടി കുതിച്ച് നടന്നപ്പോ കാലിന്റെ വില അറിഞ്ഞില്ല. പക്ഷെ എല്ലാം ഞാൻ പഠിച്ചു ദമയന്തി. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കാൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഞാൻ സഹിക്കുമായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. തൊട്ടരികത്ത് എത്തിയില്ലേ നമ്മള്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുന്ന തന്നെയല്ലേ ജോത്സരി പറഞ്ഞത്. ആവോങ്കിൽ നേരം വൈകിക്കാതെ തന്നെ നമുക്ക് പോകാം. അമ്മ കൈവിടില്ല. എഴുന്നേക്ക്. ഞാൻ നിനക്ക് വല്ലാത്തൊരു ഭാരമായി അല്ലേ ദമയന്തി? ഇതെന്റെ കടമയല്ലേ. അങ്ങ് ദേവി നാമ ഉരുവിട്ടുകൊണ്ട് നടക്കും. അമ്മേ, 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 ഭഗവതി, അമ്മേ, അമ്മേ, ഭഗവതി. അമ്മേ, ദേവി, അമ്മേ, രക്ഷിക്കണേ. അമ്മേ, അമ്മേ, ഭഗവതി, അടിയനെ രക്ഷിക്കണേ. ഈ വേദന ഒന്ന് മാറ്റിത്തരണേ ദേവി. അമ്മേ, ഭഗവതി, ദേവി, അമ്മേ, ഭഗവതി.